ഇന്ന് രാവിലെ എറണാകുളം അങ്കമാലി അതിരൂപതയെപ്പറ്റി സമൂഹ മാധ്യമത്തിൽ കണ്ട ഒരു കുറിപ്പാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അരമന കയ്യേറി വൻതോതിൽ കൊള്ള നടത്തിയിരിക്കുന്നു. അതിരൂപതയുടെ ഉടമസ്ഥതയിലുള്ള വിലപ്പെട്ട രേഖകൾ മുഴുവൻ കൊള്ള ചെയ്യപ്പെട്ടു. അതിരൂപതയുടെ സ്റ്റോർ റൂമിന്റെ പൂട്ടുകൾ തല്ലിപ്പൊളിച്ച സംഘം സ്വർണമടക്കം വിവിധ വിലപിടിപ്പുള്ള രേഖകളാണ് കവർച്ച ചെയ്തിട്ടുള്ളതെന്നാണ് അറിവ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനം കയ്യേറിയിരിക്കുന്നത് വ്യത്യസ്തമായി അകത്ത് ജോലി ചെയ്തിരുന്നവർ മുഴുവൻ സംവിധാനവും ഒരുക്കി കൊടുത്തു എന്നതാണ് അരമന പിടിച്ചെടുക്കലിന്റെ പ്രത്യേകത. അരമന പിടിച്ചടക്കിയവരുടെ അട്ടഹാസങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അവർ തന്നെ പ്രചരിപ്പിക്കുമ്പോൾ തീവ്രവാദ ആക്രമണങ്ങളിലൂടെ പിടിച്ചടക്കിയിട്ടുള്ള തീവ്രവാദികളുടെ ആക്രോശങ്ങൾക്ക് സമാനമാണ് പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാക്കപ്പെടുന്നത്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ പുറത്താക്കിയ കർദിനാൾ മാർ പാറേക്കാട്ടിലിന്റെ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് ഷൈജു ആന്റണി ഗണത്തിന് വിളിച്ചു കൊടുത്ത മുദ്രാവാക്യം തീവ്രവാദികൾ രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നതിന് സമാനമായിരുന്നു. ഇല്ല ഇല്ല, മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നാണ് മാർ പാറേക്കാട്ടിലിന്റെ പേര് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചത്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ സഭയുടെ മേൽപ്പട്ടക്കാർ മരിച്ച സമയത്തോ അതിനുശേഷമോ വിളിക്കാത്ത ഒരു മുദ്രാവാക്യമാണ് അരമനയിൽ നിന്നും ഉയർന്നത്. മാവോയിസ്റ്റ് തീവ്രവാദികളുടേതിന് സമാനമായ മുദ്രാവാക്യം ഉയർത്തിയ ഷൈജു ആന്റണിയുടെ നേതൃത്വത്തിലുള്ളവരുടെ തീവ്രവാദ ബന്ധമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. മറ്റൊരു വിശ്വാസി പാറേക്കാട്ടിൽ പിതാവെ ഞങ്ങളെ കാത്തോണേ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ശാസിക്കുന്നതും നമുക്കവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. മാർ പാറേക്കാട്ടിലിനെ സഭ പുറത്താക്കിയതെന്നുള്ള അജ്ഞത കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ വിളിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തങ്ങളുടെ ആദ്യ ലക്ഷ്യം നിറവേറ്റിയെന്നാണ് അൽമായ മുന്നേറ്റം എന്ന പേരിലെ മാവോ നക്സൽ നേതാക്കന്മാർ അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ മാർ പാറേക്കാട്ടിലിന്റെ പ്രതിമ സ്ഥാപിച്ചതിനെ സംബന്ധിച്ച് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആഗോള കത്തോലിക്ക സഭയോട് നിരന്തരമായ അനുസരണക്കേട് കാണിക്കുകയും സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിൽ മാർപ്പാപ്പ പുറത്താക്കിയ മാർ പാറേക്കാട്ടിലിന്റെ പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് ആദ്യ ലക്ഷ്യം നിറവേറ്റിയെന്ന് അവകാശപ്പെട്ട് കത്തോലിക്ക സഭയിലെ ഒരു രൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അരമന കയ്യേറി കൊള്ളയടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ മാവോ നക്സൽ തീവ്രവാദ ബന്ധമുള്ള അൽമായ മുന്നേറ്റം പ്രവർത്തകർ ഗണമായും അതിനൊത്താശ നൽകിക്കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സുനഹദോസ് വിരുദ്ധരായ വൈദികർ മറ്റൊരു ഗണമായും അവർക്കൊപ്പമുണ്ട്. കൂടാതെ അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പിന്റെ പിന്തുണയും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി സുനഹദോസിന്റെ കൂട്ടായ്മയെ തകർത്തുകൊണ്ട് കത്തെഴുതിയ 5 പേരിലെ 2 പേർ വേറൊരു ഗണമായി പൂർണ്ണ പിന്തുണയും ഈ തീവ്രവാദികൾക്ക് കൊടുക്കുന്നു എന്നതാണ് ഞെട്ടിക്കുന്നത്. സീറോ മലബാർ സഭയിലെ പിതാക്കന്മാരെ, നിങ്ങളൊക്കെ നിങ്ങളുടെ രൂപതകളിലും അതിരൂപതകളിലും സ്വസ്ഥമായിരിക്കുമ്പോൾ ഇവിടെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനീക രൂപതയുടെ അരമന കൊള്ളയടിക്കപ്പെട്ടിരിക്കുകയാണ്. സീറോ മലബാർ സഭയുടെ വലിയ ഒരു അതിരൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിർണായകമായ രേഖകളും അതിന്റെ ചരിത്രവുമാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. വിലപിടിപ്പുള്ള സ്വർണമടക്കമുള്ള സഭയുടെ സ്വത്തുക്കൾ നിങ്ങളുടെ സുനഹദോസിലെ ഒരംഗമായ മാർ ബോസ്കോ പുത്തൂർ പിതാവിന്റെ വാക്കുകളിൽ പറഞ്ഞ ഗണമായി കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ആഗോളതലത്തിൽ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിന് ഭീഷണിയായ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ നേതൃത്വം നൽകുന്ന മാവോയിസ്റ്റ് നക്സൽ ബന്ധമുള്ളവരാണ് കൊള്ളയടിച്ചിരിക്കുന്നത് എന്നത് നിങ്ങൾ എന്ന് തിരിച്ചറിയും. നിങ്ങളുടെ ഈ നിശബ്ദത സീറോ മലബാർ സഭയുടെ അടിവേര് തോണ്ടുവാൻ ശ്രമിക്കുന്നവർക്ക് കൊടുക്കുന്ന പിന്തുണയായി വിശ്വാസികൾ മനസ്സിലാക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്?